ഈ കഥയുടെ പേര് ദർപ്പണ ഛായാനുരാഗം. അതായത് നമ്മൾ പല ആളുകളും കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ മുഖസൗന്ദര്യം ആസ്വദിച്ച് ചിലപ്പോൾ കുറേ നേരം നിൽക്കും. നമ്മുടെ മുഖത്തിൻ്റെ കോട്ടങ്ങളും വാട്ടങ്ങളും താൻ സുന്ദരനാണോ എന്നൊക്കെ സ്വയം ചിന്തിക്കുകയും തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് ഇതിനാണ് ദർപ്പണ ഛായാനുരാഗം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എറണാകുളത്ത്. അയാൾ HMD ജോലിയുള്ള ആളായിരുന്നു. അയാൾ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാത്റൂമിൽ 2 കണ്ണാടി വെച്ചിട്ട് മുന്നിലും പുറകിലും 1 മണിക്കൂർ അയാൾക്ക് കുളിക്കാൻ വേണം. ആ കണ്ണാടി നോക്കി അയാൾ മുൻവശം പുറകുവശമൊക്കെ നോക്കി രസിച്ചാണ് ഇങ്ങനെ ഇറങ്ങുള്ളൂ. ഇറങ്ങി വന്ന് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴും അവിടെ 2 കണ്ണാടി വെച്ചിട്ട് മുന്നിലും പുറകിലും 1 കണ്ണാടി. അപ്പോൾ അങ്ങനെ തൻ്റെ സൗന്ദര്യം, താൻ സുന്ദരനാണ്, തൻ്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ മുഗൾ ഷാജഹാൻ ഇങ്ങനെ ഒന്നാണ്. ഷാജഹാൻ ഒരു കണ്ണാടി മാളിക ഉണ്ടായിരുന്നു. ആ കണ്ണാടി മാളികയിൽ കുറേ നഗ്നരായ സ്ത്രീകളുമായിട്ട് ഇയാൾ നഗ്നരായി നിന്നുകൊണ്ട് അതിൻ്റെ പ്രതിഫലനം ഇയാൾ ആസ്വദിക്കും. ഈ 10, 50, 100 പെൺകുട്ടികളെ ഈ മുറി കയറ്റി അയാൾ നഗ്നനായി നിന്ന് അതിൻ്റെ ആ പ്രതിഫലനം മേലെ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അതും ഒരു തരത്തിലുള്ള രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷി എന്ന് വെച്ചാൽ അയാൾ വഴി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കാറിൻ്റെ അടുത്ത് പോയിട്ട് പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്തൊന്ന് കൂടി മുഖമൊക്കെ ഒന്നിങ്ങനെ നോക്കി അങ്ങനെ സ്വയം താനൊരു സുന്ദരനാണെന്നൊരു തോന്നൽ അയാൾ മനസ്സിലങ്ങനെ അങ്ങനെ അറിയാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദർപ്പണ ഛായാനുരാഗം. അപ്പോൾ ഇയാളുടെ കല്യാണം കൊല്ലത്ത് വെച്ചായിരുന്നു. കൊല്ലത്ത് വെച്ച് ഞങ്ങൾ ഇയാളുടെ കല്യാണത്തിന് നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അന്തം വിട്ടു, ഫ്രണ്ട്സെല്ലാം അന്തം വിട്ടു. സംഗതി എന്ന് വെച്ചാൽ പല്ല് പൊങ്ങി കറുത്തിരണ്ട ഒരു പെൺകുട്ടിയാണ് ഇയാൾ കല്യാണം കഴിയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ സൗന്ദര്യബോധം എവിടെ പോയെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്വയം ശരീരത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റൊരു സൗന്ദര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ലെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.